السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضوان الله، أما بعد. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഈ വേദിയിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, ഒരല്പസമയം നമ്മുടെ ഈ സംഭാഷണ വേളയിൽ മറ്റ് ശബ്ദങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. വിദ്യാർത്ഥികളുടെ ശബ്ദം കുറയ്ക്കാൻ ഉമ്മമാരും, നമ്മൾ പരസ്പരം സംസാരിച്ച് ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവരും, സദസ്സിൻ്റെ അച്ചടക്കം നിലനിർത്താൻ സംഘാടകരും പരിശ്രമിക്കണം എന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. സമാദരണീയരായ പ്രാസ്ഥാനിക നേതൃത്വം, വിശിഷ്ട അതിഥികൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ചൊല്ല് الصلاة على النبي एज़ाब्ज़ गुंबद वाले मंजूर दुआ करना जब वक्त नज़ा आए दीदार अता करना. अस्सलातु अलन नबी अला रसूल अश्शफीइल अब्ताह. मैं कब्र अंधेरी में घबराऊंगा जब तन्हा. मैं कब्र अंधेरी में घबराऊंगा जब तन्हा. इमदाद मेरे करने आजान रसूल अल्लाह. अस्सलातु अलन नबी തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ, ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. അങ്ങയച്ചൂഴുമൊരായിരമോർമ്മകൾ, അങ്ങയച്ചൂഴുമൊരായിരമോർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ. ബന്ധുരാ ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ യാത്രയിൽ. സ്വർഗത്തിൽ നിന്നും
ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളെ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. മനോഹരമായ ഈ സായാഹ്നത്തിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെയും സംഘടിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ചടങ്ങുകളാണ് കഴിഞ്ഞ കുറേ നേരങ്ങളായി ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പറയുന്നു, പാടുന്നു. പഠനങ്ങളിൽ മികവ് തെളിയിച്ച മനുഷ്യരെ അംഗീകരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനോഹരമായ ചടങ്ങുകളാൽ സമ്പന്നമായ ഒരു വേദിയിൽ വളരെ പ്രസക്തമായ ചില ചിന്തകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞയച്ച അവസാനത്തെ പ്രവാചകനാണ്. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെയും ഒരു ഗോത്രത്തിലേക്ക്, ഒരു പ്രദേശത്തേക്ക്, ഒരു ജനതയിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടപ്പോൾ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് അല്ലാഹ് ടു യു ഓൾ. എല്ലാ ആളുകൾക്കുമുള്ള പ്രവാചകൻ, എല്ലാ കാലങ്ങൾക്കുമുള്ള പ്രവാചകൻ, എല്ലാ ജനതകൾക്കുമുള്ള പ്രവാചകൻ, എല്ലാ കാലത്തെയും നേർവഴിയിലേക്ക് നടത്താനുള്ള വെളിച്ചവുമായിട്ടാണ് യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഫ്രം ദ ഡാർക്ക്നെസ് ടു ദ ലൈറ്റ്. പ്രകാശത്തിലേക്ക് മനുഷ്യഹൃദയങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന പ്രവാചകന്മാരിലെ പ്രൗഢമായ പരിസമാപ്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു പ്രവാചകന്മാരെ പോലെ ദേശങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നയാളല്ല, സമൂഹങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നയാളല്ല. എല്ലാ കാലത്തേക്കും വെളിച്ചം വീശാൻ പറ്റിയ ജീവിതം, എല്ലാ സമൂഹത്തെയും വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ പറ്റിയ ദർശനം, ആ ദർശനത്തെയാണ് ലോകപ്രവാചകർ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നിഷ്പക്ഷമായി വായിക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത ആളുകളൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ മനോഹരമായി വരച്ചിട്ടത്, അവിടുത്തെ അപദാനങ്ങൾ എഴുതി വെച്ചത്, അവിടുത്തെ മഹത്വത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ രചയിതാവ്, ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിക്കുന്നത് കാണാം. ചരിത്രത്തിൽ അന്നുവരെ യാതൊരു ഉന്നമനവും അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തൊരു സമൂഹം, അങ്ങനെ ഒരു സമൂഹം അവിടെ ജീവിക്കുന്നു എന്ന് അവർക്കപ്പുറത്തേക്കൊരു ജനതയ്ക്കറിയില്ല, ഉദാഹരിക്കപ്പെടാൻ പറ്റില്ല. ആ സമൂഹത്തിന് അന്നുവരെ സമൂഹത്തിൽ യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾ നടത്താതിരുന്ന, സാമൂഹികമായി ഉദാഹരിക്കപ്പെടാനോ പിന്തുടരാനോ പറ്റാതിരുന്ന ഒരു സമൂഹത്തെ 23 വർഷം കൊണ്ട് ലോകം കണ്ട അത്യുന്നതന്മാരാക്കി മാറ്റി. ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ അടയാളപ്പെടുത്തപ്പെട്ട മനുഷ്യൻ, അടയാളപ്പെടുത്തിയ മനുഷ്യരാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അപശബ്ദങ്ങൾ ഉയരുന്ന സമയത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾ അത് ലോകം മുഴുവനും പരന്നു പടർന്നു പന്തലിച്ചത് വാളുകൾ കൊണ്ടല്ല, അക്രമം കൊണ്ടല്ല, മഹിതമായ ജീവിതത്തിൻ്റെ മനോഹരമായ ഉദാഹരണങ്ങളിലും അധ്യാപനങ്ങളിലൂടെയുമാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഇന്നലെ കഴിഞ്ഞ മനുഷ്യരെ പലരെയും നോക്കൂ. പല ആളുകൾക്കും മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതമാണ്.
അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും. സമൂഹത്തിൽ പല മനുഷ്യരെയും നമുക്കറിയാം. ചില ആളുകൾ വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരമുള്ളവർ, ചില ആളുകൾ കച്ചവടത്തിൽ വലിയ സ്ഥാനം നേടിയ ആളുകൾ, ചില ആളുകൾ നയതന്ത്ര ബന്ധങ്ങളെ രൂപപ്പെടുത്തിയവർ, ചില ആളുകൾ സാമൂഹിക രംഗങ്ങളിൽ ഇടപെടാൻ കഴിയുന്നവർ. സമൂഹത്തിലെ പല മനുഷ്യരുടെയും വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത് ഏതെങ്കിലും അവരുടെ വ്യക്തി മികവുകളിൽ മാത്രം ഒതുക്കിയാണെങ്കിൽ എല്ലാ മേഖലകളിലും എവിടെ വായിച്ചാലും പിന്തുടരാൻ പറ്റിയ മനോഹരമായ മാതൃകയുടെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിരപ്രവൃദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ വള്ളത്തോൾ മുഹമ്മദുർ റസൂലിനെ വരച്ചിട്ടതെങ്ങനെയാണ്? ഈ മഹാപ്രപഞ്ചത്തിന്റെ ഇരുട്ടിനെ മാറ്റുവാൻ അള്ളാഹു പറഞ്ഞയച്ച സൂര്യൻ, ചിരപ്രവൃദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച സൂര്യൻ. ആ സൂര്യനൊരു നാമമുണ്ട്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്, ആ പേരിനിതാ നമശ്വതം, ആ പേരിന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് എന്ന് വള്ളത്തോൾ. മലയാളത്തിലെ മഹാകവികൾ എഴുതിയ മുഹമ്മദുർ റസൂലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനോഹരമായി വായിച്ച എത്രയോ മനുഷ്യരുണ്ട് ചരിത്രത്തിൽ. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞുപോയ പലരുടെയും രചനകൾ വായിച്ചു നോക്കൂ, വിശാലമായി അതിലേക്ക് കടക്കുന്നില്ല. വള്ളത്തോളിൻ്റെ മുഹമ്മദ് നബി, ജി ശങ്കരക്കുറുപ്പിൻ്റെ മുഹമ്മദ് നബി, പന്മന രാമചന്ദ്രൻ നായരുടെ മുഹമ്മദ് നബി, പണ്ഡിറ്റ് കറുപ്പൻ്റെ മുഹമ്മദ് നബി, മലയാളം കണ്ട മഹാമനുഷ്യരൊക്കെയും എഴുതിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്രപുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ, മലയാളം ലോകത്തിന് സമ്മാനിച്ച ലോകം കണ്ട തത്വജ്ഞാനിയായ ശ്രീനാരായണ ഗുരുവിന്റെ മുഹമ്മദുർ റസൂൽ തീവ്രവാദിയല്ല, കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് അദ്ദേഹത്തിന്റെ വചനങ്ങളിലെ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ വായിക്കുക, പഠിക്കുക. റബീഉൽ അവ്വൽ നമ്മുടെ ഉള്ളിലൂടെ ചെറിയ പരിപാടികളായി, ഭക്ഷണങ്ങളായി, മൗലിദ് ജൽസകൾ മാത്രമായി കടന്നു പോകാനുള്ളതല്ല. അവയൊക്കെയും വളരെ പ്രതിഫലാർഹമാണ്. അതോടൊപ്പം നമ്മുടെ നേതാവിനെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക, അറിഞ്ഞുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. എത്രയാണ് വായിക്കാനുള്ളത്? ലോകമാ നേതാവിനെ അടയാളപ്പെടുത്തിയ ചരിത്രങ്ങൾ എത്രയാണ് പറഞ്ഞു വെക്കാനുള്ളത്? അവിടുന്ന് പകർത്താവുന്ന പാഠങ്ങളുടെ വലിപ്പം എത്രയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവിധ മേഖലകളിൽ അടയാളപ്പെടുത്തിയിട്ട് ലമാർട്ടിൻ ചരിത്രത്തോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? മുഹമ്മദുർ റസൂലിനേക്കാൾ സമുന്നതനായ ഒരാളെ ചരിത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ? ഏതു മേഖലയിലാണ് നിങ്ങൾ മുഹമ്മദ് നബിയെ മാറ്റി നിർത്തുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുത്തെ എല്ലാ മേഖലകളെയും തരം തിരിച്ചു പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ട് ഒടുവിൽ ലമാർട്ടിന്റെ വർത്തമാനമായിരുന്നു, എങ്ങനെയാണ് മുഹമ്മദുർ റസൂലിനേക്കാൾ ചരിത്രത്തിൽ സമുന്നതനായ ഒരാളെ കാണിച്ചു തരാനാവുക? ആലോചിച്ചു നോക്കൂ, നമുക്ക് ആ റസൂൽ ആരാണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മുടെ ശരീരങ്ങളെക്കാൾ നമുക്കടുത്ത പ്രവാചകൻ, നമുക്ക് പിന്തുടരാനുള്ള പ്രവാചകൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എക്സലന്റ് എക്സംപ്ലറിയായി പ്രവാചകരെ അവതരിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്കുള്ള മാതൃക അതാണ്. നിങ്ങൾക്കുള്ള മാതൃകായോഗ്യമായ ജീവിതം മറ്റെവിടെയും അന്വേഷിക്കേണ്ടതില്ല, മറ്റെവിടെയും പരതി പോകേണ്ടതില്ല. നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ മുന്നിലുണ്ട്. അവിടുന്ന് ഉസ്വത്തുൻ ഹസന, മനോഹരമായ, സുന്ദരമായ, വരിഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ നേതാവ് എക്സലന്റ് എക്സംപ്ലറിയാണ്, ആർക്കും സംശയം വേണ്ട. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അവിടുത്തെ സ്വഭാവത്തിന്റെ മഹിമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുകയാണ്. അതിന്റെ വണ്ണം, അതിന്റെ വലിപ്പം, ആ നേതാവിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അമേരിക്കൻ എഴുത്തുകാരനായ മിഅ്റാജ് മുഹീദ്ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതുന്നുണ്ട്, വിശ്വാസികളെ, മുഹമ്മദുർ റസൂൽ ബിലീവേഴ്സിന്റെ, വിശ്വാസികളുടെ മുന്നിലുള്ള കണ്ണാടിയാണ്.
ഒരു കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ വസ്ത്രം ശരിയാക്കുന്നത് പോലെ, നമ്മുടെ സൗന്ദര്യം ചിട്ടപ്പെടുത്തുന്നത് പോലെ, നമ്മൾ ഒരുങ്ങുന്നത് പോലെ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മുന്നിലുള്ള കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുക. എൻ്റെ വാക്ക് എൻ്റെ നേതാവിൻ്റെ വാക്ക് പോലെയാണോ? എൻ്റെ ശൈലി എൻ്റെ പ്രവാചകരുടേതാണോ? എൻ്റെ ഇടപെടൽ എൻ്റെ നേതാവിന് അനുയോജ്യമായതാണോ? എൻ്റെ നേതാവ് എൻ്റെ മുന്നിലുള്ള കണ്ണാടിയാണ്. ആ മിഅ്റാജ് മുഹീദ്ദീൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂൽ എന്ന മനോഹരമായ, നമുക്ക് നോക്കാൻ കഴിയുന്ന കണ്ണാടിയുടെ രൂപമുള്ള, നോക്കിയാൽ നമ്മുടെ കുറ്റങ്ങളെ തിരുത്തിത്തരാൻ പറ്റുന്ന മനോഹരമായ ഒരു ദർപ്പണത്തെ പോലെയാണ്, ഒരു കണ്ണാടിയെ പോലെയാണ്. അവിടേക്ക് നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ആ നേതാവിൻ്റെ ഉമ്മത്തായി എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ഫമുഹമ്മദുനാ ഹുവ സയ്യിദുനാ വൽ ഇസ്സു ലനാ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, അള്ളാഹു നമുക്ക് ചെയ്ത മഹാ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മീലാദ് ക്യാമ്പയിൻ കേട്ടുപിരിയാനുള്ളതല്ല. നമ്മുടെ ഉത്തരവാദിത്വം നമ്മളിലൂടെയാണ് റസൂലിനെ സമൂഹം വായിക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കണ്ടിട്ടാണ് തിരുമേനിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുക. ആ നേതാവിൻ്റെ ശൈലികളും ചിത്രങ്ങളും ചിത്രീകരണങ്ങളും നമ്മിലൂടെയാണ് മനസ്സിലാക്കുക. അല്ലാതെ ഒരു ചിത്രവും ഇവിടെയില്ല, ഒരു ചിത്രീകരണവുമില്ല. മുഹമ്മദുർ റസൂൽ എവിടെയാണ്? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ സ്വീകരണ മുറിയിൽ മുഹമ്മദ് നബിയുടെ ചിത്രമുണ്ടോ? അങ്ങനെയൊരു ചിത്രം നമുക്ക് പരിചയമില്ല. നമ്മുടെ കവലകളിൽ എവിടെയെങ്കിലും ഒരു പ്രതിമയുണ്ടോ? അങ്ങനെയൊരു പ്രതിമ നമുക്ക് പരിചയമില്ല. പിന്നെ എവിടെയാണ് റസൂൽ? ഹയ്യും ഫീ ഖുലൂബിനാ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലാണ്, നമ്മുടെ കർമ്മങ്ങളിലാണ്, നമ്മുടെ വാക്കുകളിലാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലാണ്. ഒരു പ്രതിമയോ ഒരു പ്രതിച്ഛായയോ ഒരു ചിത്രമോ ഒരു ചിത്രീകരണമോ ഒന്നുമില്ലാതെ ഒരു മനുഷ്യൻ 145 170 കോടി വരുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുക എന്നുള്ളത് മനുഷ്യ ചരിത്രത്തിലെ മഹാ അത്ഭുതമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെയൊക്കെ ഉള്ളിലാണ്. ഉങ്കി തസ്വീർ സീനെ മേ മൗജൂദ് ഹൈ ജിസ്നെ ലാകർ കലാമേ ഇലാഹേ ദിയാ ഓ മുഹമ്മദ് മദീനെ മേ മൗജൂദ് ഹൈ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിൻ്റെ അനുയായി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം, ഈ വാൾ ആരാണ് ഏറ്റെടുക്കുക? ഈ ഉടവാൾ സ്വീകരിക്കാനുള്ള ധൈര്യം ആർക്കാണുള്ളത്? സ്വഹാബത്തിൽ നിന്ന് പല ആളുകളും മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 കണ്ടീഷൻ എനിക്ക് പറയാനുണ്ട്. ഈ വാൾ സ്വീകരിക്കുന്നയാൾ സത്യത്തിൻ്റെ പക്ഷത്തുറച്ചു നിന്ന് യുദ്ധം ചെയ്യണം, സത്യത്തിൻ്റെ പക്ഷത്ത് നിലകൊള്ളുകയും ആ സത്യത്തിനു വേണ്ടി അവസാനം വരെ മരിക്കാൻ തയ്യാറാവുകയും വേണം. ജീവത്യാഗം ചെയ്യാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. അല്ലെങ്കിൽ ആ പോരാട്ടം വിജയിച്ചിട്ടല്ലാതെ മടങ്ങാൻ പാടില്ല. ഈ ഉത്തരവാദിത്തത്തോടെ എൻ്റെ വാൾ സ്വീകരിക്കാൻ കഴിയുന്നത് ആരാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് കൈ ഉയർത്തി, അന യാ റസൂലല്ലാഹ്, ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. എനിക്ക് അങ്ങയുടെ വാൾ തരുമോ നബിയെ? എനിക്ക് അങ്ങയുടെ വാൾ തരുമോ നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ ആ വാൾ അബൂ ദുജാനയുടെ കയ്യിലേക്ക് കൊടുത്തു. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് അഭിമാനമാണ്, മുഹമ്മദുർ റസൂലിൻ്റെ കരതലം സ്പർശിച്ച വാൾ എൻ്റെ കയ്യിലാണല്ലോ ഉള്ളത്. യുദ്ധക്കളത്തിലേക്കെത്തി. ഉഹദ് യുദ്ധത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. സ്വഹാബത്തിൽ നിന്ന് പ്രമുഖരായ പല ആളുകളും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഷഹീദായി വീണിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഒക്കെയും മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. ആ യുദ്ധത്തിൻ്റെ തീക്ഷ്ണതയുടെ നടുത്തളത്തിൽ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഈ വാളും കൊണ്ട് നടക്കുകയാണ്. ആ വഴിയിലൂടെ യുദ്ധം നടന്ന, പോരാട്ടം നടന്ന, മനുഷ്യരുടെ ശരീരം വീണ സ്ഥലത്തുകൂടെ അബൂ ദുജാന നടക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ടവർ ഒരു കാഴ്ച കണ്ടു. അകലെ മനുഷ്യർ മരിച്ചു കിടക്കുന്ന, ഷഹീദായി കിടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ശരീരങ്ങൾ, ആ ശരീരങ്ങളുടെ പല ഭാഗങ്ങളും ആളുകൾ കുത്തിപ്പൊളിക്കുകയാണ്.
നെഞ്ചു കുത്തിപ്പിളർക്കുകയാണ്, മുഖത്ത് കല്ലുകൊണ്ട് ചതയ്ക്കുകയാണ്. ഇനിയും വെറി മാറിയിട്ടില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള പകയോ വിദ്വേഷങ്ങളോ ആയി ഈ പടയാളികളുടെ കൂടെ വന്നയാളുകൾ, അവരിൽ പലരും വിശുദ്ധമായ യുദ്ധക്കളത്തിൽ വീണു പിടഞ്ഞുപോയ മനുഷ്യരുടെ ശരീരങ്ങളെ ചതച്ചു കളയുകയാണ്. അവരുടെ പലരുടെയും നെഞ്ചു പിളർക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സയ്യിദുന അബൂ ദുജാന റളിയല്ലാഹു അൻഹു തൻ്റെ വാളുമായി മുന്നോട്ട് കുതിക്കുന്നത്. അങ്ങ് അകലെ ആ കിടക്കുന്ന സ്ഥലത്ത് പാവങ്ങളായ സ്വഹാബത്തിന്റെ ശരീരങ്ങളെ വികൃതമാക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായത് അവിടെയുള്ളത് ആണുങ്ങളൊന്നുമല്ല. ആ ശരീരം കുത്തിപ്പൊളിക്കുന്നത് ആണുങ്ങളല്ല, ആ ശരീരം കുത്തിപ്പിളർക്കുന്നത് സ്ത്രീകളാണ്. ആ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവരിലേക്ക് പാഞ്ഞു ചെന്നു. അവരിൽ നിന്ന് വെറിയുടെ വൃത്തികേടിന്റെ പാട്ടു കേൾക്കുന്നുണ്ട്, പ്രവാചക നിന്ദയുടെ വർത്തമാനം കേൾക്കുന്നുണ്ട്. അവരുടെ അരികിലേക്ക് പാഞ്ഞു ചെന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് എത്തിയ സമയം തൻ്റെ വാൾ അവരുടെ ചാരത്തേക്ക് കൊണ്ടുചെന്നു. ഉടനെ എല്ലാവരും നോക്കി നിൽക്കെ തൻ്റെ വാളുകൊണ്ട് താഴത്തടിച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് അവരെ അവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. തിരിച്ചു വന്നു അബൂ ദുജാന റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ നടുവിലേക്കാണ് വന്നത്. അവർ ചോദിച്ചു, അബൂ ദുജാന, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരുങ്ങിയത്? നിങ്ങൾക്ക് അവരെ കൊല്ലാമായിരുന്നില്ലേ? നമ്മുടെ കൂടെയുള്ളവരല്ലേ? ഇന്നലെ വരെ നമ്മളോടൊപ്പം നടന്ന അവരുടെ ശരീരങ്ങൾ വികൃതമാക്കപ്പെടുന്ന നേരത്ത് അവരെ നിങ്ങൾ എന്തുകൊണ്ട് കൊന്നില്ല? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നമ്മുടെ ഓരോരുത്തരുടെയും മറുപടിയാകുമ്പോഴാണ് ശരിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തുകളായി അവിടുത്തെ ശരിയായി ഫോളോ ചെയ്യുന്നവരായി നമ്മൾ മാറുക. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, എനിക്കവരെ കൊല്ലണമെന്നുണ്ടായിരുന്നു. അവർ ചെയ്ത പ്രവർത്തനങ്ങളോട് എനിക്ക് വെറുപ്പുണ്ടായിരുന്നു. അവരുടെ അരികിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ സ്ത്രീകളാണ്. എൻ്റെ കയ്യിലുള്ള വാൾ ആരുടേതാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനായ നബി തങ്ങളുടേതാണ്. ആ വാൾ കൊണ്ട് ഞാനൊരു പെണ്ണിൻ്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ നാളെ ചരിത്രം എഴുതി വെക്കാം, എൻ്റെ പ്രവാചകന്റെ വാൾ ഒരു പെണ്ണിൻ്റെ ജീവൻ എടുത്തിട്ടുണ്ട് എന്ന്. അവിടെ ന്യായമോ അന്യായമോ ചർച്ചയ്ക്ക് വരില്ല. എൻ്റെ റസൂലിൻ്റെ വാളുകൊണ്ടൊരു പെണ്ണിൻ്റെ ജീവൻ എടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടും. അങ്ങനെ എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ നേതാവിൻ്റെ പേരിനെ കളങ്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ എൻ്റെ വികാരത്തെ നിയന്ത്രിച്ചു. വിവേകം കൊണ്ട് ഞാൻ തിരിച്ചു നടന്നു. ഇതെൻ്റെ ഹബീബിൻ്റെ വാളാണ്, അത് ഉപയോഗിക്കേണ്ടിടത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന തിരിച്ചറിവിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നെഞ്ചു പിളർന്ന കാഴ്ചകളുടെ നടുവിൽ നിന്ന് ഞാൻ തിരിച്ചു നടന്നു എന്ന് സയ്യിദുന അബൂ ദുജാന റളിയല്ലാഹു അൻഹു. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ പാഠമാണ്. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ഇടപാടുകൾ, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൊരുത്തപ്പെട്ടതാണോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളും അങ്ങനെ തന്നെ സ്പർശിക്കേണ്ടതുണ്ട്. ഇവിടെ ലഹരിയെക്കുറിച്ച് മനോഹരമായി മദ്രസയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കേരളത്തിലെ ഏത് മഹല്ലിലേക്കെന്ന് വഅദിന് ചെന്നാലും ലഹരിയെക്കുറിച്ച് പറയാൻ അവർ പറയാറുണ്ട്. കാരണം അത്രയും ഭീകരമായ അവസ്ഥയിൽ 1000 കോടി രൂപയുടെ 2000 കോടി രൂപയുടെ മരുന്നുകൾ കേരളത്തിൽ പിടിക്കാത്ത ദിവസങ്ങളില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഡ്രഗ്സിന് അടിമയായതിൻ്റെ വിശാലമായ ചിത്രം കേരളത്തിൽ നിന്ന് കിട്ടും. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൻ്റെ അനുഭൂതികൾ അന്വേഷിച്ച് നടക്കുന്നു. അത്തരം ഡ്രഗ്സുകളിൽ അവർ അഭയം കണ്ടെത്തുന്ന കാലത്ത് ആലോചിച്ചു നോക്കൂ, നമുക്ക് പറയാൻ ഒരുപാട് പാഠങ്ങളില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആലോചിച്ചു നോക്കൂ. നമ്മളൊക്കെയും ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളായ ഇസ്ലാമിൻ്റെ മനോഹരമായ ആശയത്തെ പറയുകയും പ്രകടിപ്പിക്കുകയും ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളോട് വന്ന് ഈ ഉമ്മത്തിലെ ഒരാൾക്ക് സ്വതന്ത്രമായി പറയാൻ കഴിയുമോ, ഞാൻ ലഹരി ഉപയോഗിച്ചു പോയിട്ടുണ്ട്?
ആലോചിച്ചു നോക്കൂ, നമ്മുടെ ദാഇകളായ ആളുകളോട് പറയാൻ കഴിയുമോ? നമ്മുടെ മഹല്ല് കാരണവന്മാരോട് പറയാൻ കഴിയുമോ? റസൂലുള്ളാന്റെ മുമ്പിൽ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിച്ചു പോയി, പരിഹാരം വേണം, എനിക്കതിലേക്ക് പതിക്കാൻ താല്പര്യമില്ല. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇന്ന് സമൂഹത്തിൽ സുലഭമായ കാലമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നതിലൂടെ കാലാകാലം അടിമകളായി പോകുന്ന, കാലാകാലം ലഹരിക്കടിമകളാക്കി കളയുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളുടെ പിറകെ നമ്മുടെ മക്കൾ അവരുടെ ഓട്ടം തുടരുന്ന കാലത്ത് പ്രവാചക അധ്യാപനങ്ങളെ നമ്മൾ കൂടുതൽ പഠിക്കണം. ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഇനി നീ എൻ്റെ കൂടെ വേണ്ട എന്നല്ല, നീ ചേർന്നു നിൽക്കൂ, പരിഹാരം പറഞ്ഞു തരാം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അപ്പൊ എല്ലാ മേഖലകളിലും റസൂലിന്റെ പരിഹാരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, സാഹിർ ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. താമസിച്ചിരുന്നത് പരിശുദ്ധമായ മദീനയിലെ ഒരുപാട് അകലേക്ക് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന ഒരു വാദിയുടെ താഴത്ത് സാധാരണ ഗ്രാമീണ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് സയ്യിദുന സാഹിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരോട് നബി തങ്ങൾ കാണിച്ചിരുന്ന ശൈലി എത്ര മനോഹരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വരും. കയ്യിലുള്ള സമ്മാനങ്ങളൊക്കെ നബി തങ്ങൾക്ക് നൽകും. ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫലഭൂവിഷ്ടമായ വിഭവങ്ങൾ നൽകും. അള്ളാഹുവിൻ്റെ റസൂൽ അത് ഭക്ഷിക്കും. ഒരിക്കൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ കണ്ടു, വഴിവക്കിൽ വെട്ടി വിയർത്ത മരുഭൂമിയുടെ ചൂടേറ്റുകൊണ്ട് സാഹിർ നിന്നുകൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. സാഹിർ എന്ന സ്വഹാബി കച്ചവടം ചെയ്യുന്നതിൻ്റെ പിന്നിലൂടെ മഹാനവറുകൾ കാണാതെ അവിടെ എത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് ആ മനുഷ്യന്റെ കണ്ണു പൊത്തിയിട്ട് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തമാശ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം വന്നു, ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആരാണെന്ന് മനസ്സിലായോ? ബഹുമാനപ്പെട്ട സാഹിർ എന്നവരുടെ കണ്ണു പൊത്തിയിരിക്കുന്ന കൈകൾ, ബഹുമാനപ്പെട്ട സാഹിർ തൻ്റെ കൈ കൊണ്ട് ആ ബഹുമാന്യരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലൊന്ന് തൊട്ടു നോക്കി. തൻ്റെ കണ്ണിന്റെ മേലെ ഇരിക്കുന്ന കൈ വഖഫുൽ മുസ്തഫാ കൽ വർദിനാദി, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ മൃദുലമായ പട്ടുപോലെയുള്ള കരതലത്തിൽ ആ കൈ തൊട്ടപ്പോൾ മനസ്സിലായി, ഇതെന്റെ നേതാവിന്റെ കൈയാണ്. വഖഫുൽ മുസ്തഫാ കൽ വർദിനാദി വഇത്റുഹ യബ്ഖാ ഇദാ മസ്സത് അയാദി, തൊട്ട സ്ഥലത്ത് മസ്കിന്റെ ഗന്ധം ബാക്കിയാക്കുന്ന മുഹമ്മദുർ റസൂലിന്റെ കൈ. അള്ളാഹു സ്വർഗത്തിൽ മുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ മുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ സ്പർശിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കൈ തൊട്ട നേരത്ത് മനസ്സിലായി ഇതെന്റെ നേതാവിൻ്റെതാണ്. ബഹുമാനപ്പെട്ട സാഹിർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വസ്ത്രം മോശമാണ്, വിയർത്തു നിൽക്കുകയാണ്, അങ്ങയുടെ ശരീരം ശറഫാക്കപ്പെട്ടതാണ്. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഒരു കൈ കണ്ണിൽ നിന്നെടുത്തിട്ട് സാഹിർ എന്നവരെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പ്രവാചകരുടെ ചോദ്യം, ഈ അടിമയെ വിൽക്കാനുണ്ട്, ആർക്കാണ് വേണ്ടത്? ബഹുമാനപ്പെട്ട സാഹിർ ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഈ അടിമയ്ക്കൊരു വിലയും കിട്ടാൻ സാധ്യതയില്ല, ഈ അടിമയ്ക്കൊരു വിലയും കിട്ടാൻ സാധ്യതയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് റബ്ബിൻ്റെ അരികിൽ വലിയ വിലയുണ്ട് സാഹിറ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ ആളുകളില്ലേ, നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടോ? മുതലാളിമാരെ കാണുമ്പോൾ, നേതൃത്വങ്ങളെ കാണുമ്പോൾ പേടിയാവുന്ന അനുയായികളാണോ നമുക്കുള്ളത്? എന്നാൽ നമ്മൾ ആ റസൂലിൻ്റെ വഴിയിലല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്രാമീണനായ തൻ്റെ സ്വഹാബിയെ കണ്ണുപൊത്തി തൻ്റെ ശരീരത്തോട് ചേർത്തു പിടിച്ച് കിന്നാരം പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഭയം തോന്നുന്നുണ്ടോ? നമ്മുടെ കൂട്ടുകാർക്ക്, കൊളീഗ്സിന്
നമ്മളുമായി ബന്ധപ്പെട്ട് റൂം ഷെയർ ചെയ്യുന്നവർക്ക് നമ്മളെ കാണുമ്പോൾ ഭയാണോ? നമ്മൾ നേതാവാണ്, അനുയായികൾക്ക് ഭയം തോന്നുന്നുണ്ടോ? അധ്യാപകനാണ്, വിദ്യാർത്ഥികൾക്ക് ഭയം തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മുടെ റൂട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. എത്ര മനോഹരമായ ജീവിതമാണ് അത്, ആലോചിച്ച് നോക്കൂ. തൻ്റെ മുന്നിലെത്തിയ മുഴുവൻ മനുഷ്യരുടെയും ഉള്ളിലേക്ക് ഇടിച്ചു കയറിയ മനോഹരമായ ജീവിതം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവണം, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുക. ഖൈറുക്കും ഖിയാറുക്കും ലി അഹ്ലിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആരാണോ ഖൈറായ ആൾ, അവരാണ് ബെസ്റ്റ് ഓഫ് യു, നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ. സമൂഹത്തിന്റെ ഇടയിലെ നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ ശൈലിയല്ല, നിങ്ങളുടെ വർത്തമാനമല്ല, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ ഉന്നതനാണോ? നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങളുടെ സമീപനം നല്ലതാണോ? നിങ്ങളാണ് നല്ലവർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാണ് പറയാനുള്ളത്? സ്ത്രീകളോടുള്ള സമീപനം. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അറഫ പ്രഭാഷണത്തിന്റെ ഭാഗമല്ലേ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. കേരളത്തിലെ ചാനലുകൾ മുഴുവനും ഇന്ന് ഹേമ കമ്മിറ്റി ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ഒരു വാചകമുണ്ട്: ആകാശത്തുള്ള നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഉദാഹരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് 1,06,00,000 രൂപ മുടക്കി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തുടക്കം മനോഹരമായ ആകാശത്ത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ കാണാം, സൂര്യനെ കാണാം. എന്നാൽ സത്യം അങ്ങനെയല്ല. നിങ്ങൾ കാണുന്ന മെഗാ സ്റ്റാറുകളുടെ ഒന്നും ജീവിതം അങ്ങനെയല്ല. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ, സയന്റിഫിക്കായി മനസ്സിലാക്കുമ്പോൾ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 1-ാമത്തെ പാരഗ്രാഫ് തന്നെ അങ്ങനെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും ആ ചന്ദ്രനും ആ നക്ഷത്രങ്ങളും ഒക്കെ വെറും പൊയ്മുഖങ്ങളായിരുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ. നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പലരും പറയുക ഇന്ന സിനിമാ നടനെ പോലെ ആകണം എന്നാണ്, സിനിമാ നടിയെ പോലെ ആകണം എന്നാണ്. അവരുടെ ഡ്രസ് സ്റ്റൈലുകൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്, അവരുടെ ഹെയർ സ്റ്റൈലുകൾ നമ്മുടെ കുട്ടികൾ അനുധാവനം ചെയ്യുകയാണ്. ആലോചിച്ചു നോക്കൂ. ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ യഥാർത്ഥ ചിത്രം അഴിഞ്ഞു വീണിരിക്കുന്നു. അവിടെയും ഇസ്ലാമല്ലേ സമുന്നതമായി നിയമം പറഞ്ഞത്? സ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ശരിയായ നിയമം പറഞ്ഞത് മുഹമ്മദുർ റസൂലല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അവർക്ക് മതിയായ സുരക്ഷിതത്വമില്ലാത്ത യാത്ര ഇസ്ലാം അനുവദിച്ചിട്ടില്ല. മഹ്റം കൂടെ ഉണ്ടാകണം. ജോലി ചെയ്യുന്ന സമയത്ത് അന്യപുരുഷനോട് ഒറ്റയ്ക്കായി പോകേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല. അവരുടെ സുരക്ഷിതത്വത്തിനാണ് 1-ാമത്തെ പ്രയോറിറ്റി. അവരുടെ ശരീരഭാഗങ്ങൾ ശരിയായി മൂടണം. ആലോചിച്ചു നോക്കൂ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൻ്റെ അവസാനത്തിൽ കാണാം, ഈ സ്ത്രീകൾക്ക് അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ മതിയായ സുരക്ഷിതത്വം നൽകണം, കൂടെ ആളുണ്ടാകണം, അവർക്ക് ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകണം, അവരോട് അസമത്വം കാണിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലല്ലേ പണ്ട് മതങ്ങളുടെ പേരിൽ, മതനിയമങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ പലരും പരിഹസിക്കപ്പെട്ടിട്ടുള്ളത്? ആലോചിക്കുവാനുള്ളതാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന് ക്ലാരിറ്റി കൂടിയ കാലത്താണ് നമ്മളുള്ളത്. വിശാലമായി ആ ജീവിതത്തെ പറയാൻ നമുക്ക് സമയം മതിയാവുകയില്ല. മാർട്ടിൻ ലിങ്സിന്റെ പുസ്തകമുണ്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. ആരാണ് മാർട്ടിൻ ലിങ്സ്? ഷേക്സ്പിയർ സാഹിത്യത്തിൽ സമുന്നതമായ രചനകൾ നടത്തിയ മനുഷ്യൻ. മാർട്ടിൻ ലിങ്സ് മുഹമ്മദുർ റസൂലിനെ കുറിച്ച് പുസ്തകം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ആമുഖം എഴുതിയത് വെയിൽസ് രാജകുമാരനാണ്. വെയിൽസ് രാജകുമാരൻ ആമുഖമെഴുതാൻ പാകത്തിൽ ഇംഗ്ലീഷ് കൊണ്ട്, ആംഗലേയ ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന മാർട്ടിൻ ലിങ്സിന് മുഹമ്മദുർ റസൂലിനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? വായിക്കേണ്ടതാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പ്രവാചക പ്രഭുവിനെ പലപ്പോഴും സ്ത്രീ വിരോധിയായി അവതരിപ്പിച്ചത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മുഹമ്മദ് നബി സ്ത്രീ വിരോധിയാകണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതിൻ്റെ ഉത്തരം കാരൻ ആംസ്ട്രോങ് പറഞ്ഞു തന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിയായിട്ട് യൂറോപ്പിലെ സ്ത്രീകൾ വായിച്ചിരുന്നുവെങ്കിൽ അവരെന്നെ പറയുമായിരുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബിയുടെ ജീവിതം വായിക്കരുത്. എന്തുകൊണ്ട്? യൂറോപ്പിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടാകുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്.
19-ാം നൂറ്റാണ്ടിലാണ്. 1900-ങ്ങളുടെ ആരംഭത്തിൽ സമരങ്ങൾ നടന്നു. അപ്പോഴാണ് തങ്ങളുടെ ഭർത്താവിൻ്റെ, തങ്ങളുടെ പിതാവിൻ്റെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ടായതെങ്കിൽ ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ. 6-ാം നൂറ്റാണ്ടിൽ ഉറ്റവർ വിട്ടേച്ചുപോയ സ്വത്തിൽ പെണ്ണിനും ആണിനും അവകാശമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നേതാവിനെ യൂറോപ്പിലെ പെണ്ണുങ്ങൾ വായിക്കാൻ പാടില്ല. വായിച്ചാലോ അവർ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരൻ ആംസ്ട്രോങ്ങിന്റെ നിരീക്ഷണമാണ്. അതിനാണ് അള്ളാഹുവിന്റെ റസൂലിനെ തീവ്രവാദിയാക്കിയത്, ഭീകരവാദിയാക്കിയത്. മനോഹരമായ ജീവിതത്തെ വായിക്കാതിരിക്കാൻ ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുകയാണ്. ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന ഏതാണ്? എഴുതപ്പെട്ടിട്ടുള്ള ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന ഏതാണ്? മദീന ചാർട്ടറാണ് ലോകത്തെ ഒന്നാമത്തെ ഭരണഘടന. മദീനയിൽ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ 22 ഗോത്രങ്ങളെയും ചേർത്തു പിടിച്ച് ഒരൊറ്റ ഉമ്മത്താക്കി അവതരിപ്പിച്ച് അവരുടെ ഇടയിൽ എഴുതപ്പെട്ടിട്ടുള്ള നിയമാവലികളുടെ ആരംഭം 6-ാം നൂറ്റാണ്ട് ലോകത്തിന് സമ്മാനിച്ചതാണ് ഒന്നാമത്തെ ഭരണഘടന. എനി ഒബ്ജക്ഷൻ? അതിനു മുമ്പ് ഒരു ലിഖിത ഭരണഘടന ലോകത്തില്ല. നിങ്ങൾക്ക് എതിർക്കാം. അതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഭരണഘടനകൾ ഉണ്ടാകുന്നത്. ആ ഭരണഘടന 22 ഗോത്രങ്ങളിൽ 8 ഗോത്രങ്ങൾ ജൂതന്മാരാണ്. ക്രൈസ്തവ വിശ്വാസികളായ ന്യൂനപക്ഷങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാകും, അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളില്ലാത്തത് കൊണ്ടാണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളില്ലാത്തത് കൊണ്ടാണോ? നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളില്ലാത്തത് കൊണ്ടാണോ? തീർച്ചയായും അല്ല. മറിച്ച് അവരുടെ ഇടയിലുള്ള സ്വരച്ചേർച്ച അത്രയും കടുപ്പമായിരുന്നു. മുസ്ലിങ്ങളുടെ നേതാവിൽ നിന്ന് പടയങ്കി സ്വീകരിച്ച് പണം കടം കൊടുക്കാൻ മദീനയിലെ ജൂതന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. ആ നേതാവിന്റെ അനുയായികൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, പാഴ്സിയെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ വിശാലമായ ജീവിതത്തെ നമ്മൾ പഠിക്കുക. മാനവികതയുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന അത്യുന്നതമായ ജീവിത പ്രമേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. നതവസ്സൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതാബ വന്നബി ثم الصحابة فعسى دعوى مجابا صلى الله على محمد عليه وسلم صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതിക വിലാസങ്ങളിലെ റസൂലിനെ മാറ്റി നിർത്തിയാൽ നമുക്കാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ശരീരങ്ങളെക്കാൾ അടുത്ത നേതാവാണ്. വിശ്വാസികൾക്ക് സ്വന്തം ശരീരങ്ങളെക്കാൾ അടുത്ത നേതാവാണ്. മുൻഗാമികൾക്ക് ആ റസൂലിനെ അറിയാമായിരുന്നല്ലോ. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് മുഴുവനും ആ നബിയെ അറിയാമായിരുന്നു. അവർക്കറിയുന്നതെങ്ങനെയാണ്? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവരുടെ മക്കളെ അറിയുന്നത് പോലെ വേദമറിയുന്നവർക്കൊക്കെ റസൂലുള്ളാഹിനെ അറിയാം. കഴിഞ്ഞുപോയ വേദജ്ഞാനികളായ മനുഷ്യർക്കൊക്കെയും നബി തങ്ങളെ അറിയാം. നമ്മൾ അറിയേണ്ടതെങ്ങനെയാണ്? നമ്മുടെ ശരീരങ്ങളെക്കാൾ ആ റസൂലിനെ അറിയണം. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മധുരമുണ്ടാകുന്നത്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ഞാനൊരൽപ്പനേരം മടങ്ങിയാൽ എൻ്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും. യാ റസൂലല്ലാഹ്
നേതാവായ നബി തങ്ങളെ കാണാതെ എൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കും. അങ്ങനെ പിടഞ്ഞ ഒരു ദിവസം ഞാൻ നബി തങ്ങളുടെ മുന്നിലങ്ങെത്തി. യാ റസൂലല്ലാഹ്, സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം നബിയേ, അതിനുള്ള വഴി പറഞ്ഞു തരുമോ? സ്വർഗത്തിലും അങ്ങയുടെ കൂടെ എനിക്ക് വരണം. കാരണം എനിക്കങ്ങ് വലിയ കൺകുളിർമയാണ്. അങ്ങയല്ലാതെ എനിക്ക് മറ്റൊരു സമാധാന കേന്ദ്രമില്ല. സ്വർഗത്തിലും അങ്ങന്റെ ചാരത്തില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. സ്വർഗം കിട്ടാനുള്ള വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന്റെ ജീവിതം ഇങ്ങനെയാണ്. അവരിൽ ഓരോരുത്തരും ഹബീബായ നബി തങ്ങൾ അവരുടെ ശരീരങ്ങളെക്കാൾ അടുത്തവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളും ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു, അവിടെയെല്ലാം അവരുടെ മുന്നിലുള്ള വെളിച്ചമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? വാപ്പയുടെ പേരൊരു പക്ഷേ ഒരു ദിവസം 5 തവണ നമ്മൾ കേൾക്കാറില്ല. റസൂലുള്ളാന്റെ പേര് കേൾക്കാറുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരിച്ചുപോയ പിതാവിൻ്റെ ഖബറിൻ്റെ ചാരത്തു ചെന്ന് നമ്മൾ പലപ്പോഴും സലാം പറയാറില്ല, അവസരം കിട്ടാറില്ല. എന്നാൽ എല്ലാ ദിവസവും പറയാറുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. കോടാനകോടി വരുന്ന വിശ്വാസികളുടെ ആരാധനകൾ അവസാനിക്കുന്നത് റസൂലുള്ളാഹിന് സലാം ചൊല്ലിയിട്ടല്ലേ? ആ സലാമുകൾ ഒഴുകിപ്പരന്ന് മദീനയിലേക്ക് എത്തുമ്പോൾ ആലോചിച്ചു നോക്കൂ, കോടാനകോടി മനുഷ്യർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് ചൊല്ലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ആ സലാമുകൾ ചെന്ന് മർമരം വീശുന്ന മദീന, റസൂലുള്ളാന്റെ മദീന. മുസ്തഫ ജാൻ റഹ്മത്ത് പെ ലാഖോ സലാം, ശംഅ ബസ് മേ ഹിദായത്ത് പെ ലാഖോ സലാം. ആ മദീന മുനവ്വറയിലേക്ക് സലാമത്താത്ത സമയമില്ല. നമ്മളൊക്കെ ജനിച്ചു വീണ സമയത്ത് വാപ്പയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ഉമ്മയുടെ പേര് കേൾക്കുന്നതിന് മുമ്പ്, ദുനിയാവിലെ ബന്ധങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ വലത് കാത് കേട്ട പേരേതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. ആ നേതാവിൻ്റെ പേരല്ലേ ബാങ്കായി നമ്മുടെ കാതിൽ വന്നത്, നമ്മുടെ ചെവിയിലൂടെ ഇഖാമത്തായി ഹൃദയത്തിൽ ഇറങ്ങിയത്? ആ റസൂലിനെ പറഞ്ഞുകൊണ്ടല്ലേ അവസാനം ഈ ലോകത്തോട് വിട പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. മയ്യിത്തായി കിടക്കുമ്പോഴും റസൂലുള്ളാഹിന് സ്വലാത്തു ചൊല്ലിയല്ലേ നിസ്കരിക്കുന്നത്. ഖബറിന്റെ താഴത്തെത്തിയാലും ചോദ്യമില്ലേ, ഇതാരാണെന്നറിയുമോ? ഇതാരാണെന്നറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിന്റെ താഴെ എത്തുന്ന നേരത്ത് മലക്കുകളായ ആളുകൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരും. എന്നിട്ട് ഖബറിൽ ചോദിക്കും, ഇതാരാണെന്നറിയുമോ? വിശ്വാസിയായ മനുഷ്യൻ ഉത്തരം പറയും, ഇതെൻ്റെ റസൂലാണ്. അതിനുമപ്പുറം ഖബറിൻ്റെ ആഴിയിൽ ആരുമില്ലാത്ത ഇരുട്ട്, വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, മക്കളില്ല, ഒന്നുമില്ല.
ധരിച്ചിരിക്കുന്ന വസ്ത്രം നമുക്കിഷ്ടപ്പെട്ട വസ്ത്രമല്ല. നമ്മളത്തരം ഏകാന്തമായൊരു സമയത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. മലക്കുകളെ നമ്മൾ കണ്ട പരിചയമില്ല. ആ നേരത്താണ് മനുഷ്യന്റെ മുഖം കാണുന്നത്. ഇനിയൊരു മനുഷ്യന്റെ മുഖവും കാണുമെന്ന് പ്രതീക്ഷയില്ലാത്ത നേരത്ത് ഖബറിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി. 6 അടി മണ്ണിന്റെ താഴെ ആ മുഖം കാണുന്ന നേരത്ത് വഹിയ ബുശ്റാ വഹിയ ബുശ്റാ, ആനന്ദമാണ് ആനന്ദമാണ് ആനന്ദമാണ്. വഹിയ ബുശ്റാ അദീമത്തുൽ ലിൽ മുഅ്മിനീൻ. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ആ മുഖം കാണുമ്പോൾ മതി മറന്നു പോകും മുഅ്മിനീങ്ങള്. ആനന്ദമേ 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 മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുശ്റാ ലി ഉമ്മത്തി ബുശ്റാ ലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അദീമുൽ അസിയദു യാ റബ്ബി സ്വല്ലി. ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا رب صل. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം ദുനിയാവിലൊരു നേതാവും അനുയായിയും തമ്മിലുള്ളതല്ല. നമ്മുടെ എല്ലാവരുടെയും ബന്ധം നമ്മുടെ ജീവിതത്തിന് മുന്നേ തുടങ്ങി. ജീവിതം ഒടുങ്ങുമെന്ന്, ദുനിയാവിലെ ജീവിതം അവസാനിക്കുമെന്ന് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന പരലോകത്തുള്ള ബന്ധമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന് റബീഉൽ അവ്വലിൽ കൂടുതൽ പുകഴ്ത്തണം. ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞത് അല്ലാഹു അല്ലേ. ഖുർആൻ പറഞ്ഞതുപോലെ മദ്ഹ് എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നാമം പറഞ്ഞില്ലേ, അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഓ പ്രവാചക പ്രഭോ, അവർക്കറിയാത്ത നബിയൊന്നുമല്ല. അവരുടെ കൈകളിലെല്ലാമുള്ള വേദങ്ങളിൽ അങ്ങയുടെ നാമമുണ്ടെന്ന് ഖുർആൻ. അല്ലാഹുവിൻ്റെ റസൂല് പറന്ന ദേശമോ ബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ബലദുൽ അമീൻ. ആരും അറിയാത്ത ഏതെങ്കിലും ഒരു പ്രദേശമല്ല, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യമായി സുജൂദ് വീണ സ്ഥലമാണ്. അതുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ മഹത്വം എത്ര വലുതാണ്. അങ്ങയുടെ പൂർവ്വപിതാക്കളോ വതഖല്ലുബുക ഫിസ് സാജിദീൻ. ഇങ്ങനെ റസൂലുള്ളാനെ എണ്ണി എണ്ണി പറക്കി വച്ചാൽ ഖുർആൻ പറഞ്ഞ മദ്ഹ് എത്ര വലുതാണ്. അങ്ങയുടെ കാഴ്ചയോ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ആകാശങ്ങളുടെ അതിർപ്പം കടന്ന അല്ലാഹുവിൻ്റെ അരികിലെത്തിയ കാഴ്ചയല്ലേ. ഓ ഹബീബായ നബി തങ്ങളെ, അങ്ങയുടെ കാഴ്ച എത്ര മഹോന്നതമാണ്, എത്ര മഹോന്നതമായ കാഴ്ചയാണ്, എത്ര സുന്ദരമായ സ്വഭാവമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയുന്നു ഖുർആൻ. وإنك لعلى خلق عظيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. ഖുർആൻ ഇങ്ങനെ മറിച്ചു വെച്ചാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. അള്ളാഹു ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവരെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. നമ്മൾ എത്ര നാളായി ഖുർആൻ പാരായണം ചെയ്തിട്ട്? റമളാൻ കഴിഞ്ഞടച്ചു വെച്ച മുസ്ഹഫുകൾ നമ്മുടെയൊക്കെ കൈകളിലില്ലേ? അതൊന്ന് തുറന്നു വെക്കുക. ഏറ്റവും വലിയ മഹബ്ബത്താണ്. ആ വേദം അവതരിച്ചത്
അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആ വേദം അവതരിച്ചത് ഒരു മലയുടെ മേലെ അവതരിച്ചിരുന്നെങ്കിൽ പൊളിഞ്ഞു പോകേണ്ടിയിരുന്ന അത്ര ഘനഗാംഭീര്യമുള്ള ആശയങ്ങളുടെ ലോകത്തെ ഏറ്റെടുത്ത ഹൃദയം മുഹമ്മദുർ റസൂലിൻ്റെതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതുക എന്നുള്ളത് മഹബ്ബത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിക്കണം. ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ന് പ്രവാസി മേഖലകളിലുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന വിഷയമാണ്. ഉസ്താദെ, ജോലി പലതും ക്ലച്ച് പിടിക്കാറില്ല, ചെയ്യുന്ന ജോലിയിലൊക്കെ അനുഗ്രഹം ഉണ്ടാവുന്നില്ല, ബാക്കിയൊന്നും ആകുന്നില്ല. 2 കാരണങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, പ്രവാചകരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസത്തിലാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. അതിനുള്ള ആത്മീയമായ മാർഗങ്ങളിലൊന്ന്, ഈ കൂട്ടത്തിലും പല ആളുകളും പ്രയാസപ്പെടുന്നവരില്ലേ, നിങ്ങൾ വീട്ടിലെത്തിയാൽ സലാം പറയൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറഞ്ഞിട്ട് ഉടനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അതിനുശേഷം എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലുക. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ആ ഉപദേശം സ്വീകരിച്ച സ്വഹാബി പിൽക്കാലത്ത് ധനികനായി മാറി എന്നതാണ് ചരിത്രം. നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന വിഷയമാണ്. വീട്ടിലെത്തുമ്പോൾ, ഓഫീസിലെത്തുമ്പോൾ നമ്മൾ സലാം പറയുക, സലാമിനെ വർദ്ധിപ്പിക്കുക. ആ സലാം നമുക്ക് നമ്മുടെ പ്രാരാബ്ദങ്ങളെ തീർക്കാനുള്ളൊരു വഴി കൂടിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം, അത് നമ്മുടെ പ്രയാസങ്ങളെ മാറ്റി നിർത്താനുള്ള വഴിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കടങ്ങളിൽ നിന്ന് പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത്, ക്രെഡിറ്റ് കാർഡുകൾ എന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡുകൾ അതിലെ ഭൂരിഭാഗവും എന്നല്ല, ഒരു 99% പലിശയുമായുള്ള ഇടപാടുകളാണ്. പലിശ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു തുടങ്ങിയോ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും. പലതരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇനി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ബാങ്കിൽ നിന്നൊക്കെ ചോദിക്കുക, ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എടുക്കാനുള്ള എല്ലാ എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങളത് എടുത്തോളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുക എന്നുള്ളത് ബുദ്ധിമാന്റെ ലക്ഷണമാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതിലപ്പുറത്തേക്ക് കടക്കുമ്പോൾ പലിശയുമായി എവിടെയെങ്കിലും നമ്മൾ ബന്ധപ്പെട്ട് തുടങ്ങിയോ, അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബറക്കത്തുകളും അവസാനിക്കും. അവിടെ നമ്മൾ വിചാരിക്കും നമ്മൾ വളരുമെന്ന്, പക്ഷേ അറിയാത്ത ഭാഗത്തുകൂടി നമ്മളെ കടം വന്ന് വരിഞ്ഞു മുറുക്കിക്കളയും. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. EMI ലോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ ഇന്നൊക്കെ സർവ്വസാധാരണമാണ്. പലിശക്കെതിരെ പടവാളേന്തിയ പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മീലാദ് പ്രഭാഷണം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ളതാണ്. ആ പലിശയുമായി ബന്ധപ്പെട്ടതൊക്കെ വലിച്ചെറിയൂ. നിങ്ങളുടെ മക്കൾ നന്നാകണോ? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മവാഇലിൽ കാണാം, മക്കൾ നന്നാകണമെങ്കിൽ ഒന്നാമത്തെ പണി ആ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലാണ് എന്നുറപ്പാക്കുക. ഹറാമ് വളർന്നു തിന്ന മക്കൾ നരകത്തിലേക്ക് ചാഞ്ഞു പോകുമെന്ന് സയ്യിദുന ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മുടെ മക്കൾ നന്നാണോ നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ മക്കൾ ഭാവിയിൽ നല്ലവരാകണമെന്ന് ആഗ്രഹമുണ്ടോ, ആ മക്കളെ ഹറാമ് തീറ്റിക്കരുത്, ഹറാമ് കൊടുക്കരുത്. ഹറാമിലേക്കുള്ള ഒരിടപാടും വേണ്ട. ആ ഇടപാടുകൾ നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഖുർആൻ ഓതണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഖുർആനൊന്ന് തുറന്നു വെച്ചോതാനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല. കാണാതെ അറിയുന്ന സൂറത്തുകൾ ഓതുക. 1000 ആയത്തുകൾ ഓതിയ പ്രതിഫലം കിട്ടും. അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് അറിയാത്ത ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അൽഹാഖുമുത് തകാസുർ 1000 ആയത്തുകൾ ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ്. 3 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 ഖുൽ ഹുവല്ലാഹു അഹദ്, 1 സൂറത്തു തൗഹീദ് ഖുർആനിന്റെ 1/3. സൂറത്ത് യാസീൻ ഖുർആൻ 10 തവണ ഓതി പൂർത്തീകരിച്ച കൂലിയുണ്ട് എന്ന് ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദുററുൽ മൻസൂറിൽ ഹദീസ് കൊണ്ടുവന്നത് കാണാം. ഇതൊക്കെ നമുക്ക് കാണാതറിയാം. ഡ്രൈവ് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ ഒക്കെ ഓതാൻ പറ്റും. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെല്ലണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ഒരിക്കൽ ഞാൻ വിഷമിച്ചു. സയ്യിദുനാ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് ഞാൻ പരാതി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണുന്നില്ല. ഹബീബായ നബി തങ്ങളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ സുജൂദിൽ കിടക്കാണ്. നബി തങ്ങളുടെ സുജൂദ് അങ്ങനെ നീണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായിപ്പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഹബീബായ നബി തങ്ങളെ കാണാതെ ഞാനങ്ങ് കരഞ്ഞപ്പോൾ ആ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു, അബ്ദുറഹ്മാൻ, പ്രയാസപ്പെട്ടതെന്തിനാണ്? അള്ളാഹു എനിക്ക് വലിയൊരു അനുഗ്രഹം ചെയ്തതിന് സുജൂദ് ചെയ്യുകയായിരുന്നു ഞാൻ. എന്താണ് നബിയെ ആ അനുഗ്രഹം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലുന്നയാളിന് അല്ലാഹു തആല അയാളുടെ മേലെ 10 സ്വലാത്തുകൾ ചൊല്ലും. അയാളുടെ 10 ഹസനാത്തുകൾ അയാൾക്ക് രേഖപ്പെടുത്തും. 10 പാപങ്ങൾ അയാളിൽ നിന്നും അയച്ചു കളയും. 10 പദവികൾ അയാൾക്ക് ഉയർത്തി നൽകും. ഈ അനുഗ്രഹം കേട്ട ഉടനെ സുജൂദിൽ വീണുപോയതാണു ഞാൻ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. അവിടുത്തെ അനുയായികൾക്ക് വേദന വന്നാൽ ഹബീബായ നബി തങ്ങൾക്ക് സഹിക്കാനാകൂല. അനുയായികളായ ഉമ്മത്തുകളായ നമ്മൾക്ക് വേദന വന്നാൽ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അത്ര വലിയ സ്നേഹം ഉമ്മത്തിനോടുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണ് നമ്മളോട്. നമുക്കൊരു വേദന വന്നാൽ ആ നേതാവിന് സഹിക്കാനാവൂല. ആ നേതാവിനോടുള്ള മഹബ്ബത്ത് പലതരത്തിൽ നമ്മിൽ നിന്ന് പ്രകടമാകണം. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ധാരാളം സ്വലാത്തു ചൊല്ലുക എന്നുള്ളത്. സയ്യിദുനാ ഇമാമുന ശാഫിഈ തങ്ങൾ വഫാത്തായി. ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വപ്നം കണ്ടു. ശാഫിഈ ഇമാം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ അല്ലാഹു തആല എങ്ങനെയാണ് പരിഗണിച്ചത് തങ്ങളെ? മറുപടി വന്നുപോയി, ഞാൻ നിരന്തരമായി ഹബീബായ നബി തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലാറുണ്ട്. ആ സ്വലാത്ത് കൊണ്ടെൻ്റെ പാരത്രിക ലോകത്ത് ഞാൻ വലിയ അനുഭൂതികളിലാണ്. ദലായിലുൽ ഖൈറാത്ത് എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു വഫാത്തായി. ഖബറടക്കാൻ അവിടുത്തെ ജനാസ കൊണ്ടുവരുമ്പോ കിളച്ചിട്ട ഖബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം വരികയാണ്, അംബറിൻ്റെ ഗന്ധം വരികയാണ്, മിസ്കിൻ്റെ ഗന്ധം വരികയാണ്. ആ പരിമളം നിറഞ്ഞു നിന്ന ഖബറിലേക്കാണ് സയ്യിദുനാ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ വെച്ചത്. കാരണം എന്താണ്? ഹബീബായ നബി തങ്ങൾക്ക് മേൽ സ്വലാത്തുകൾ ക്രോഡീകരിച്ച നേതാവാണ്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സദസ്സിലെ ആണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഈ മഹബ്ബത്തിൻ്റെ വേദി റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഭൗതികമായ ചർച്ചകൾ പറഞ്ഞു തീരാൻ മാത്രമല്ല, ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു. ഊണും ഉറക്കവും നഷ്ടപ്പെടുത്തി, ഭക്ഷണം നമ്മൾ ഒഴിവാക്കി, റസൂലുള്ളാഹിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി. അതൊക്കെ അധികമായെന്ന് തോന്നുന്നുണ്ടോ? അറിയുമോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്നിട്ട് കുറേ നാളുകളായി. മക്കയിൽ വലിയ പരിഹാസം വന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് ഇപ്പം വഹി വരുന്നില്ല, ഇപ്പം ജിബ്രീൽ വരുന്നില്ല, അള്ളാഹു തആല ഉപേക്ഷിച്ചു എന്ന ചർച്ച വരുന്ന നേരത്താണ് പ്രയാസങ്ങളുടെ നടുത്തളത്തിൽ വരുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. യാ റസൂലല്ലാഹ്, ഇവര് പറയുന്നത് അങ്ങേ റബ്ബ് കൈവിട്ടെന്നാണോ നബിയേ? അങ്ങനെയല്ല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഇപ്പോഴുള്ളതിനേക്കാൾ നല്ല 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 വലിയ വലിയ അവസരങ്ങളുടെ ലോകമാണിനി വരാനുള്ളത്. ഇതിനേക്കാൾ നല്ല സാഹചര്യങ്ങളാണ് വരാനുള്ളത്. അതിൻ്റെ പൂർത്തീകരണമാണ് പരലോകത്ത് നടക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ഓതിക്കൊടുക്കുന്നു ജിബ്രീൽ. അവസാനം ബഹുമാനപ്പെട്ടവർ ഓതിക്കൊടുത്തു വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാകുന്നത് വരെ അങ്ങേക്ക് തരും നബിയേ. എന്താണോ വേണ്ടത് അങ്ങ് മതിയാകുമെന്ന് പറയുമ്പോഴാണ് നിർത്തുന്നത്. അങ്ങയുടെ ഇഷ്ടം അല്ലാഹു പരിഗണിച്ച് അങ്ങേക്ക് മതിയാകും വരെ തരും നബിയേ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നത്. നമ്മളൊക്കെ പറയും നമ്മൾ വലിയ മുഹിബ്ബുകളാണെന്ന്, ഹബീബായ തങ്ങളെ സ്നേഹിച്ചുവെന്ന്. എന്നാൽ അറിഞ്ഞോ, കരയുന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കാണ്, ഹബീബായ നബി തങ്ങൾ കരയുന്നതെന്തിനാണെന്ന് ചോദിക്കൂ ജിബ്രീൽ. നബി തങ്ങളുടെ ചാരത്തിരുന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കരയല്ലേ നബിയേ, അല്ലാഹു കൈവിട്ടിട്ടില്ല. ഇനി വരാനുള്ളത് അങ്ങയുടെ ലോകമാണ്. അങ്ങേക്ക് പ്രകീർത്തനങ്ങളുടെ പെരുമഴ പെയ്യുക തന്നെ ചെയ്യുമോ? അവസാനം പരലോകത്തങ്ങ് സ്വർഗത്തിൻ്റെ ചക്രവർത്തി സ്ഥാനത്തെത്തും. അതും പറഞ്ഞിട്ട് അങ്ങയ്ക്ക് വേണ്ടതെല്ലാം മതിയാവോളം പടച്ചവൻ തരും നബിയേ. പറഞ്ഞ ഉടനെ അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എനിക്കെപ്പോഴാണ് മതിയാകുന്നതെന്നറിയുമോ? എനിക്കെപ്പോഴാണ് മതിയാകുന്നതെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എപ്പോഴാണ് നബിയെ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വർത്തമാനം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വിതുമ്പി. കാരണം 1,24,000 നബിമാരെ കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിരുന്നു, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നെ പിന്തുടർന്നവരെ മാത്രം എൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. എന്നിൽ നിന്ന് വഴിപിഴച്ച് നടന്നവർക്കൊക്കെ നീയാണ് പൊറുക്കുന്നവൻ, നീ വേണ്ടത് ചെയ്തോ. ഈസാ നബിയെ കണ്ടിട്ടുണ്ട്. ഈസാ നബി പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. നീ അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അദാബാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ വേണ്ട പോലാകാം, അവർ നിന്റെ അടിമകളാണ്. ആര്? തൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നടന്നവർ. ഇങ്ങനെയാണ് ഖലീലുല്ലാഹി പറഞ്ഞതെങ്കിൽ, ഇങ്ങനെയാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പറഞ്ഞതെങ്കിൽ, നബിതങ്ങളുടെ ചോദ്യം കേട്ട ജിബ്രീൽ പറഞ്ഞു, ഇങ്ങനൊരു നബിയും ഇല്ല, ഇങ്ങനെ ഒരു നബിയും ഇല്ല, ഇങ്ങനൊരു നബിയും പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് എൻ്റെ പൂതി തീരുന്നതെന്നറിയോ? വല്ലാഹി ലാ അർളാ. എനിക്ക് തൃപ്തിയാകൂല ജിബ്രീലേ. ഏതുവരെ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഫവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ.
എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ നരകത്തിലാണോ, എനിക്കും മതിയാകൂല ജിബ്രീൽ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ വീണാൽ എനിക്ക് തൃപ്തിയല്ല ജിബ്രീൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ നരകം ആലോചിച്ച് കരയുന്നതിന് മുമ്പ് നമ്മൾ നരകത്തിലാകുമോ എന്നാലോചിച്ച് കരഞ്ഞ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മെക്കുറിച്ച് ആലോചിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ ആ ശഫാഅത്ത് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിച്ചു. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والحبيب العربي